ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദയ്ക്ക് ഇന്നാണ് നമ്മുടെ ഇൻ്റർവ്യൂവിന് പോവേണ്ട ദിവസം. അങ്ങനെ പോകാനായിട്ട് റെഡിയായി നന്ദ റൂമിൽ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ഏഷണിയും നുണയുമായിട്ട് അരുന്ധതിയുടെയും മോഹിനിയുടെയും അരികിലേക്ക് പാഞ്ഞു വന്നിരിക്കുകയാണ് പവിത്ര. അവിടെ വന്ന് അതേ നന്ദേച്ചി അവിടെ അണിഞ്ഞു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരുക്കമാണെന്ന് പറഞ്ഞു. ഇതിന് മാത്രം ഒരുങ്ങി പോകാൻ അവൾ എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നല്ലേ അവൾക്ക് ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുക മോഹിനി. ഇൻ്റർവ്യൂ? ആ, അവളെ ഡോക്ടറാകാൻ പോകുന്നതിൻ്റെ ഇൻ്റർവ്യൂ, അതിന് വേണ്ടിയിട്ടുള്ള കെട്ടിയൊരുക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അമ്മ വല്യമ്മയ്ക്ക് കാല് തിരുമ്മി കൊടുക്കുന്നത് പോലെ വല്യമ്മയ്ക്ക് നന്ദേച്ചിയുടെ കാല് തിരുമ്മി കൊടുക്കാം. ഡോക്ടറെങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിന്നെ പത്രാസ് എന്തായിരിക്കും എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അതേതായാലും ഇവള് പറഞ്ഞത് ശരിയാണ് കേട്ടോ ഏട്ടത്തി. അവളെക്കുറിച്ച് എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പം തന്നെ അവളെക്കൊണ്ട് നമുക്ക് ആർക്കും സഹിക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കണക്കിന് അവളൊരു ഡോക്ടറും കൂടെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ നമ്മളെ അവളിവിടെ വെച്ചേക്കുവോ? നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ അവൾ അനുവദിക്കുമോ? പിന്നെ അവളുടെ ഭരണമാവില്ലേ ഇവിടെ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഡോക്ടറായി ശരിയാവില്ല എന്നും പറഞ്ഞു. നന്ദേച്ചിയെ ഇച്ചിരി പവറുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ എല്ലാവരെയും വരച്ച വരയിൽ നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പവിത്ര. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് അവൾ ഡോക്ടർ ആയാലല്ലേ ഉള്ളൂ എന്ന് അരുന്ധതി. അങ്ങനെ ഒരു അർഹതയും ഇല്ലാത്തവൾ ഇവിടുത്തെ ചിലവിൽ ഡോക്ടർ ആവണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേ അങ്ങ് പോണു. അപ്പോഴേക്കും പവിത്രയ്ക്കും മോഹിനിക്ക് സന്തോഷമായി. ഒരാളുടെ ഭാവി തകർത്തപ്പം അത്ര സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഇവരും പുറകെ വാല പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ നന്ദ അവിടെ ഒരുങ്ങി റെഡിയായി റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു. ലക്ഷ്മി അങ്ങ് ചെന്ന് മോളെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ അമ്മേ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അമ്മയുടെ കാലിൽ തൊഴുതുന്നു. അതൊക്കെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം, സ്നേഹം, കരുതൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും മകളോട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ, എല്ലാം റെഡിയാക്കിയാണോ കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗതത്തിനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ലക്ഷ്മി. മോളെ നല്ലപോലെ നോക്കിക്കൊള്ളണം, അതുപോലെ തന്നെ മോൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിലൊന്നും നീ സംസാരിച്ചേക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഇങ്ങനെ അമ്മ കൂടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അമ്മ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഞാനല്ലേ കൂടെ പോകുന്നത്, ഒരു പ്രശ്നങ്ങളും കൂടാതെ ഞാൻ നന്ദയെ തിരിച്ച് വീട്ടിലെത്തിക്കുമെന്നും പറഞ്ഞു. പിന്നെ ഇന്ന് പോകുന്ന ഇൻ്റർവ്യൂവിൽ നന്ദ പാസ്സാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ എല്ലാവരും താഴെ കാത്തിരിക്കുകയാണ് മോള് പോകുന്നത് യാത്രയാക്കാനെന്നും പറഞ്ഞ്. അങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോഴേക്കും ഇവർ 3 പേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുക. ഇവർ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി അത്രയും നേരം ലക്ഷ്മി അമ്മയ്ക്കും അല്ലെങ്കിൽ ഗൗതമിനും മാത്രമാണ് നന്ദ ഇതിന് പോകുന്നത് താല്പര്യമെന്നറിയാം. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, അവളെ അങ്ങനെ പഠിക്കാൻ പറഞ്ഞു വിടണോ? അവളെ പഠിക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗൗതം പറഞ്ഞതുപോലെ അവൾക്ക് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടും. അങ്ങനെ മാർക്ക് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ആരാധന നാളെ പ്രണയമാകില്ലെന്ന് ആര് കണ്ടു? ഈ രീതിയിലൊക്കെ പിങ്കി ഇരുന്ന് ചിന്തിക്കുക. അപ്പോൾ പിങ്കി ഒരു രീതിയിലിരുന്ന് ചിന്തിക്കുന്നത് അവൾ പഠിക്കാൻ പോയാൽ എനിക്ക് ഗൗതത്തിനോട് അടുക്കാനുള്ള സാഹചര്യം ഒത്തുവരികയല്ലേ എന്ന്. ഇപ്പതേ ആ ചിന്ത മാറി. അവളെങ്ങാനും ഇനി നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാൽ ഗൗതത്തിന് ഇനി അവളോട് പ്രണയമായാലോ ആ ഒരു പേടി. അങ്ങനെ അതും മനസ്സിലിട്ട് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നു. പിങ്കി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇവരിറങ്ങി വരുന്നത്. ഇവരിറങ്ങി വന്നപ്പോൾ എല്ലാവരും ഇവിടെ കൂട്ടം കൂടി ഇരിപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ഫയലും കാര്യങ്ങളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, ഏട്ടത്തി ഇന്ന് നന്ദമോള് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗൗത കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരി, നന്ദയ്ക്ക് MBBSന് റാങ്ക് കിട്ടി, സമ്മതിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു സന്തോഷം ഇവിടെ സദ്യ ഉണ്ടാക്കി കഴിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു. അതോടുകൂടിയേ ആ സന്തോഷം അങ്ങ് അവസാനിച്ചു. ഇനി ആ സന്തോഷത്തിന് അർത്ഥമില്ല. ആ സന്തോഷം അവിടം കൊണ്ട് അവസാനിച്ചതാണ്. ആ വിഷയവും അവിടം കൊണ്ട് അവസാനിച്ചു. ഇനി അതിൻ്റെ പേരിൽ നന്ദ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് പോകേണ്ട കാര്യമില്ല. നന്ദ ഇനി ഡോക്ടറായിട്ട് വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നോക്കി നിൽക്കുവാണ് നമ്മുടെ നന്ദയും ഗൗതവും അതുപോലെ ലക്ഷ്മിയൊക്കെ. നന്ദ ഡോക്ടർ ആകണ്ടെന്നാണ് അരുന്ധതിയുടെ അവസാന തീരുമാനം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേശ്വരനും വന്നിട്ട് അതെ, ഏട്ടത്തി പറഞ്ഞതാണ് ശരി, നിനക്ക് കിട്ടിയ ആ ഒരു ഇതിൻ്റെ ആഘോഷം നമ്മളിവിടെ നടത്തി കഴിഞ്ഞു, അതോടുകൂടി ഇതങ്ങ് അവസാനിച്ചു. ഇനി നീ ഡോക്ടറായിട്ട് പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഈ കുടുംബം നടക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. അങ്ങനെ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്, എൻ്റെ അച്ഛൻ്റെ സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അങ്ങനെയൊന്നും ആരും പറയരുത്, നന്ദയ ഡോക്ടർ ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീട്ടിലേക്ക് വന്നത് പോലും. ഞാൻ മരിച്ചുപോയ അവളുടെ അച്ഛന് കൊടുത്ത വാക്കാണ്.
ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, അങ്ങനെ ഇപ്പം നന്ദമോളുടെ കാര്യത്തിൽ മാത്രം എല്ലാവരും വലിയ ഇത് കാണിക്കണ്ട. പിങ്കി മോളും നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. ആ പിങ്കി പോലും ജോലിക്ക് പോകണം എന്നുള്ള കാര്യം ഇവിടെ ആരോടും പറയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പിങ്കിക്ക് സൈഡ് പിടിക്കുന്നു, പിങ്കിക്ക് കൊട പിടിക്കുന്നു. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിക്ക് പോകണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് പോലും ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ നേരെ നോക്കി ഒരു വർത്തമാനവും കൂടി അങ്ങ് പാസ്സാക്കി. ആ വർത്തമാനം പിങ്കി പറഞ്ഞെങ്കിലും ഗൗതം അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഗൗതം പറഞ്ഞത്, നന്ദയെ ഇന്നിവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ല, നന്ദയുമായി ഇവിടെ നിന്ന് ആ ഒരു ഇതിന് പോകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മിയും പറഞ്ഞു, ഇത്രയും ബ്രില്യൻ്റ് ആയുള്ള ഒരു കുട്ടി, അതുപോലെ കഷ്ടപ്പെട്ട് അവൾ പഠിച്ച് നേടിയതാണ് ആ ഒരു വിജയം. ആ വിജയത്തിന് ശേഷം അവളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഈ ദിവസം അവളെ പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദയോട് ചെയ്യുന്ന ക്രൂരതയാവില്ലേ അതെന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു. അപ്പോൾ പിങ്കിയോട് ചെയ്യുന്നത് ക്രൂരതയല്ലേ എന്ന് ബാക്കിയുള്ള കുറേ എണ്ണങ്ങൾ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പിങ്കിയോട് ഇവിടെ ജോലിക്ക് പോകരുതെന്നോ ഇവിടെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. ആരും പറയാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് വഴക്ക് അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്നു? അതിനൊരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു. പിങ്കിക്ക് പിങ്കിയുടേതായ ജോലികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിങ്കിക്ക് പോകാം. അതിന് ആരുടെയും അനുവാദം നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതവും പറഞ്ഞു, പിങ്കിക്ക് ജോലിക്ക് പോകണമെങ്കിൽ പിങ്കിക്ക് പോകാമല്ലോ. അതിന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയല്ല വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് വളരെ മാന്യമായി പിങ്കിക്കിട്ടുള്ള പണി എന്നുള്ള രീതിയിൽ തന്നെ ഗൗതം അങ്ങ് സംസാരിച്ചു. അപ്പോൾ ഗൗതം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് പിന്നെ മിണ്ടാട്ടമില്ല. അതുപോലെ തന്നെ അരുന്ധതിക്കും മിണ്ടാട്ടമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, എൻ്റെ പേരിൽ ഇനിയും ഇവിടെ ഒരു വഴക്കോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ എൻ്റെ അച്ഛന് കൊടുത്ത ഗൗതം സാറിൻ്റെ ആ ഒരു വാക്ക് അതെനിക്ക് പാലിച്ചേ പറ്റൂ. എൻ്റെ അച്ഛനും ഗൗതം സാറിനും ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് MBBS പഠിച്ചേ പറ്റൂ. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ ഗൗതം സാറിൻ്റെ ഭാര്യയായിട്ട് വന്നത് തന്നെ ഒരു കരാറുമായിട്ടാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ MBBS എന്നുള്ള കരാറാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ. പിന്നെ ഞാൻ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കോളാം. അതോടുകൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവറ്റകളുടെയൊക്കെ മുഖഭാവം അങ്ങ് മാറി. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, ഇവളിവിടെ കാണില്ലല്ലോ. അപ്പോഴേക്കും പിങ്കിയുടെ മുഖവും ചെറുതായിട്ടൊന്ന് ചിരിച്ചു. കാരണം എന്താ, പഠിച്ചു കഴിഞ്ഞാൽ ഇവള് പൊക്കോളും, പിന്നെ ഗൗതത്തെ എനിക്ക് കിട്ടും എന്നുള്ളൊരിത്. പാതി വഴിയിൽ അർജുൻ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ പിങ്കിയുടെ അവസാനത്തെ ആഗ്രഹം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു രസകരമായ കഥ ഇങ്ങനെ വരാനിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് ലാസ്റ്റ് അറ്റ കൈ പ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദ ഈ ഒരു വാക്കങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്രയും നേരം എതിർത്തുകൊണ്ടിരുന്ന ഒരു പിശാചുക്കൾക്കും പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ നന്ദ പൊക്കോട്ടെ എന്നുള്ളൊരു രീതിയിലായി കാര്യങ്ങൾ. പിന്നെ ആരും ഒന്നും മിണ്ടാനുള്ള കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗൗതം നന്ദയോട് പറഞ്ഞു, നീ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിന്നെല്ലാം വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നത്? അറിയേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞില്ലേ, വരാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, മോളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആദ്യം നീ പോയി ഇൻ്റർവ്യൂ പാസ്സായി പഠിച്ച് എല്ലാം റെഡി ആവാൻ നോക്കുക. അതിനുശേഷം തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതി. മോൾ പോയിട്ട് വരാൻ പറഞ്ഞ് ലക്ഷ്മിയും അനുഗ്രഹിച്ച് പറഞ്ഞു വിടുവാണ്. മറ്റാരുടെ അനുഗ്രഹം എൻ്റെ മോൾക്ക് കിട്ടിയില്ലെങ്കിലും ഈ അമ്മയുടെ അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടെന്ന് ലക്ഷ്മി പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ലക്ഷ്മിയുടെ അനുഗ്രഹം മേടിച്ചിങ്ങനെ പോവുക. അപ്പോഴേക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ അരുന്ധതി നിൽക്കുകയാണ്. അങ്ങനെ അരുന്ധതി അതും പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ പോകില്ല നമ്മുടെ നന്ദ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അരുന്ധതി ഇങ്ങനെ ഭയങ്കര കുശുമ്പ് കയറി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും സ്വന്തമായിട്ടൊരു കഴിവുമില്ല. എന്നാൽ കഴിവുള്ളവരുടെ ജീവിതം അത് കഴിവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഒരുമാതിരി പിശാച് പിടിച്ച സ്വഭാവമായിട്ട് അരുന്ധതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പക്ഷേ അരുന്ധതിയുടെ വാക്കിനൊക്കെ പുല്ലുവില കൊടുത്തുകൊണ്ട് തൻ്റെ നന്ദയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഗൗതം. അങ്ങനെ ഗൗതവും നന്ദയും പോകുന്നതും നോക്കി കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക പിങ്കിക്ക് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വേണം എന്നുള്ളൊരാഗ്രഹമാണ് ഉള്ളു നിറച്ച്. അവൾക്ക് ജോലി കിട്ടാനും പാടില്ല, അല്ലെങ്കിൽ അവൾ പഠിക്കാൻ പോയിക്കോട്ടെ, ഗൗതം അവളെ കൊണ്ടുപോകരുത്. അങ്ങനെ എന്തൊക്കെയോ മൊത്തത്തിൽ എന്താ പറയുന്നത്, ആർക്കും പിടികിട്ടാത്തൊരു രീതിയിലുള്ള രീതികളും സ്വഭാവ വൈകൃതങ്ങളും ഒക്കെ ആയിട്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട്
പിങ്കിയും ചിലപ്പോൾ ജോലിക്ക് പോകും, അല്ലെങ്കിൽ പിങ്കിയെ ജോലിക്ക് ഇവർ വിടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യം മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.